64-ാം വയസ്സിലും ഫിറ്റ്നസിന് മാതൃകയായി ദൈവാന. അയിലൂർ തെക്കേത്തറ ഗുരുനിവേദ്യം വീട്ടിൽ ദൈവാന എന്ന 64-കാരി കഴിഞ്ഞ ഒരു വർഷമായി സ്ഥിരമായി ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുകയാണ്. പ്രായം വെറും അക്കം മാത്രമാണെന്നും ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ ഏതു വയസ്സിലും വ്യായാമം തുടങ്ങാമെന്നുമുള്ള സന്ദേശമാണ് ദൈവാന സമൂഹത്തിന് നൽകുന്നത്. സാധാരണയായി യുവാക്കളും മധ്യവയസ്കരും കൂടുതലായി എത്തുന്ന ജിമ്മിൽ ആത്മവിശ്വാസത്തോടെ എത്തുന്ന ദൈവാനിയെ കണ്ടാൽ പലർക്കും അത്ഭുതമാണ്. എന്നാൽ ആരോഗ്യകരമായ ജീവിതശൈലിയാണ് തന്റെ ലക്ഷ്യമെന്നാണ് അവർ പറയുന്നത്. എൻ്റെ പേര് ദൈവാന, വയസ്സ് 64. ഞാൻ കാലത്തെണീറ്റ് 5 മണിക്ക് എണിക്കും, 6 മണിക്ക് വരും, 8:30 ഇവിടുന്ന് ജിമ്മ് ചെയ്തിട്ട് പോകും. എല്ലാവരും അതുപോലെ ചെയ്യാമെന്ന് വിചാരിക്കണം. കൈ മുട്ടുവേദന, കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്നുമില്ല. 10 മാസമായിട്ട് വരാൻ തുടങ്ങിയിട്ട്. ഇത് ചെയ്ത് അത്രയും ദേഹത്തിന് ആരോഗ്യം, ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും ആരോഗ്യം കിട്ടും. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ദിവസവും നിശ്ചിത സമയത്ത് ജിമ്മിലെത്തി പരിശീലകരുടെ നിർദ്ദേശപ്രകാരം വ്യായാമം ചെയ്യുന്നത് ഇപ്പോൾ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ദൈവാനിയുടെ ഈ ആരോഗ്യശീലത്തിന് കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട്. മകൻ ഗുരുക്കുട്ടൻ ജോർദാനിൽ ഓക്സിജൻ പ്ലാന്റ് എഞ്ചിനീയറായി ജോലി ചെയ്യുന്നതിനൊപ്പം ബോഡി ബിൽഡറുമാണ്. ആരോഗ്യ സംരക്ഷണത്തിനും ഫിറ്റ്നസിനും വലിയ പ്രാധാന്യം നൽകുന്ന ഗുരുക്കുട്ടന്റെ പ്രോത്സാഹനവും കൂടിയാണ് അമ്മയെ ജിമ്മിലേക്ക് എത്തിച്ചത്. കുടുംബത്തിലെ മറ്റുള്ളവരും വ്യായാമത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവരാണ്. ഗുരുക്കുട്ടന്റെ ഭാര്യയും സ്ഥിരമായി ജിമ്മിൽ പരിശീലനം നടത്തുന്നുണ്ട്. 4 വയസ്സുള്ള മകളും വീട്ടിൽ ചെറിയ വ്യായാമങ്ങൾ പരിശീലിക്കുന്നതിലൂടെ കുടുംബത്തിലെ ആരോഗ്യബോധം പുതിയ തലമുറയിലേക്കും പകരുകയാണ്. പ്രായാധിക്യം കാരണം പലരും ശാരീരിക അധ്വാനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ ദൈവാനിയുടെ ജീവിതരീതി മറ്റുള്ളവർക്ക് വലിയ പ്രചോദനമായി മാറുകയാണ്. പ്രകൃതിദത്തമായ അല്ലെങ്കിൽ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറാണ് ഞാൻ. അപ്പോൾ അമ്മീനെ ഞാൻ കുറേ ദിവസമായി ജിമ്മിൽ പണ്ടേ തൊട്ട് പോകാൻ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴൊന്നും അമ്മയ്ക്ക് എന്താ പറയുക, ആൾക്കാരെന്ത് വിചാരിക്കും അത് എന്നൊക്കെ ആയിരുന്നു. പിന്നെ ഒരു കൊല്ലം മുമ്പ് ഞാൻ പിന്നെ അമ്മയോട് പോകാൻ പറഞ്ഞപ്പോൾ ഒരു ദിവസം അമ്മ ശരിയെന്ന് പറഞ്ഞിറങ്ങി. ഇപ്പോൾ അമ്മ വന്നു തുടങ്ങിയപ്പോൾ അമ്മയ്ക്കിപ്പോൾ ഒരു ദിവസം പോലും ജിമ്മിൽ പോകാതിരുന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ്. അമ്മയ്ക്ക് മുമ്പ് എന്താ പറയുക, ഇടുപ്പ് വേദന, കാലുവേദന ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ഇല്ലാതായി. ഇപ്പോൾ അമ്മ ഭയങ്കര ഫ്രീ ആണ്, നല്ലോണം ഉറങ്ങുന്നുണ്ട്. വൈകുന്നേരം 8 മണിക്ക് ഭക്ഷണം കഴിച്ച് 9 മണിയാകുമ്പോൾ അമ്മ കിടക്കും. പിന്നെ അമ്മ എണീക്കുന്നത് വന്നിട്ട് രാവിലെ 5 മണിക്കാണ്. പിന്നെ രാവിലെ 5 മണിക്ക് എണീക്കും, 6 മണിക്ക് ജിമ്മിന് വരും. പിന്നെ അമ്മ തന്നെ വീട്ടിലിപ്പോൾ കൃഷി കാര്യങ്ങൾ ഇതൊക്കെ അമ്മ അടിപൊളിയായിട്ട് ഈ വയസ്സിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ 30 വയസ്സ് കഴിയുമ്പോഴാണ് ശരിക്കും വ്യായാമം ചെയ്യേണ്ടത്. മിക്ക ആളുകളും ചിന്തിക്കുന്നത് 30 വയസ്സിന് മുമ്പ് വ്യായാമം ചെയ്തിട്ടില്ല, പിന്നെ ഇപ്പോൾ 30 വയസ്സ് കഴിഞ്ഞു ഇനി അങ്ങനത്തെ വ്യായാമം എന്നൊക്കെ എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ 30 വയസ്സിന് ശേഷമാണ് നമുക്ക് സർക്കോപ്പീനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമുണ്ട്. അസുഖമല്ല, സർക്കോപ്പീനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥ വന്ന് നമ്മൾ 30 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ മസിൽ കുറഞ്ഞു പോകും. അപ്പോൾ ഈ മസിലിൻ്റെ നമ്മൾ മസിൽ കുറയുന്നത് തടയണമെങ്കിൽ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് തന്നെ ചെയ്യണം. നമ്മൾ ജസ്റ്റ് വെറുതെ നടക്കാൻ പോയതുകൊണ്ടോ ഇതൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ അതുമാതിരി തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ. അപ്പോൾ ഇതൊക്കെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ജിമ്മിൽ പോയി നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക വേണം. ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. നമ്മുടെ നമ്മൾ നല്ലതല്ലാത്ത ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ തന്നെ വ്യായാമമില്ലായ്മയാണ് ഈ പ്രഷറും, ഷുഗറും, കൊളസ്ട്രോളൊക്കെ. അപ്പോൾ ഇത് എല്ലാവരും ചെയ്യുന്നത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്ന് കഴിഞ്ഞാൽ പോയി മരുന്ന് മേടിക്കുക, ഇതൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ മരുന്നല്ല കഴിക്കേണ്ടത്. ശരിക്കും നിങ്ങൾക്ക് പ്രഷർ, ഷുഗറും, കൊളസ്ട്രോളും ഉണ്ടെങ്കിൽ നിങ്ങൾ ജിമ്മിൽ വന്നിട്ട് ചെറിയ രീതിയിൽ വ്യായാമം തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത്, വയസ്സായവർ പ്രത്യേകിച്ച് ഒരു 30 വയസ്സ് കഴിഞ്ഞവർ എന്തായാലും വ്യായാമം ചെയ്യാം. ശരീര സൗന്ദര്യത്തിനൊപ്പം മാനസിക ഉല്ലാസവും വ്യായാമം നൽകുന്നുവെന്നാണ് ദൈവാനിയുടെ അനുഭവം. ആരോഗ്യകരമായ ജീവിതത്തിനായി ചെറിയൊരു തുടക്കം പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാമെന്ന സന്ദേശമാണ് ഈ കുടുംബം സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.